ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദർശന. ഞാൻ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റമദാൻ ഫാസ്റ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതായത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഡ്യൂറിങ് റമദാൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സുഹൂറാണ്. സുഹൂറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ഫാസ്റ്റിംഗ് ടൈമിലുള്ള എനർജി ലെവൽ. അതുകൊണ്ട് തന്നെ കോംപ്ലെക്സ് കാർബ്സ്, പ്രോട്ടീൻ കൂടാതെ നല്ല ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് ഓട്സ് പോലുള്ളവ, എഗ്ഗ്, നട്ട്സ് ഇവ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഡ്യൂറിങ് ഡേ ടൈം, അതായത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലോ ആയിട്ട് എനർജി റിലീസ് ആവുകയും നമുക്ക് ഫുൾ ഡേ നല്ലൊരു എനർജി ലെവൽ കീപ്പ് ചെയ്യാനും സാധിക്കും. രണ്ടാമത്തെ കാര്യം, ബാലൻസ്ഡ് ഇഫ്താർ മീൽ. ഇതിനായിട്ട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഗ്രൂപ്പ്സ് ഇഫ്താർ മീലിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു കോംപ്ലെക്സ് കാർബ്സിൻ്റെ സോഴ്സ് നമുക്ക് ബ്രൗൺ റൈസ് ആവാം, വീറ്റ് ആവാം, ഓട്സ് ആവാം, മില്ലറ്റ്സ് ആവാം. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ചിക്കനോ ഫിഷോ എഗ്ഗോ, കൂടാതെ പൾസസ് ആവാം, നമുക്ക് പനീർ ഉൾപ്പെടുത്താം, കൂടാതെ നമുക്ക് സോയ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നല്ല ഗുഡ് ഫാറ്റിൻ്റെ സോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നട്ട്സോ മിക്സഡ് സീഡ്സോ ഇവ ഏതെങ്കിലും ഒന്നാവാം. ഇതിന് മുന്നായിട്ട് നമുക്ക് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇഫ്താർ മീൽ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നല്ലൊരു പോർഷൻ സാലഡ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കാർബ്സ് അധികം കഴിക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഇഫ്താർ ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട് ജ്യൂസസ്, ഷുഗറി ഫുഡ് ഐറ്റംസ്, അതായത് ഡെസേർട്ട്, കൂടാതെ നമ്മൾ ഒത്തിരി കഴിക്കുന്ന ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ്, അധികം ഓയിൽ കണ്ടൻ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആൻഡ് പോർഷൻ കൺട്രോൾ ആണ്. ഇതിൻ്റെ അകത്ത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത് ടൈം എടുത്ത് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ ഹങ്കർ ക്യൂസിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പോർഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ എല്ലാ ഫുഡ് വെറൈറ്റീസും നമ്മൾ ഉൾപ്പെടുത്തി, പ്രത്യേകിച്ച് ഇഫ്താർ മീലിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാർബ്സ് നമ്മൾ കഴിച്ച് നമ്മുടെ വയറ് നിറയ്ക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ കാര്യം, ഒരു ഹെൽത്തി സ്നാക്സ് ഉൾപ്പെടുത്തുക. അതായത് ഒരു ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്സ് ഇൻ ബിറ്റ്വീൻ സുഹൂർ ആൻഡ് ഇഫ്താറിനിടയിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതിനായിട്ട് ഫ്രൂട്ട്സ് പ്രിഫർ ചെയ്യാം, കൂടാതെ നട്ട്സോ സീഡ്സോ അല്ലെങ്കിൽ നട്ട്സിൻ്റെയോ സീഡ്സിൻ്റെയോ മിക്സോ, യോഗേർട്ട്, കൂടാതെ ഒരു ഷുഗർ ഫ്രീ നട്ട്സിൻ്റെ കുക്കീസ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. അഞ്ചാമത്തെ കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതിനായിട്ട് എപ്പോഴും നിങ്ങളുടെ ഒരു എനർജി ലെവൽ പീക്കിൽ നിൽക്കുന്ന ടൈം പ്രിഫർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ലൈറ്റ് വാക്കിംഗ് അല്ലെങ്കിൽ ഒരു ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്, സ്ട്രെച്ചിങ് ഇവ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ്. നമുക്കറിയാവുന്ന പോലെ 6 മുതൽ 7 മണിക്കൂർ മിനിമം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് എപ്പോഴും ഫാസ്റ്റിംഗ് ടൈമിൽ നല്ലൊരു എനർജി കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രേഷനാണ്. അതായത് നോൺ ഫാസ്റ്റിംഗ് ടൈമിൽ 2 to 3 ലിറ്റേഴ്സ് മിനിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ വെള്ളം എന്ന് പറയുന്നത് ഫ്രീ വാട്ടർ ആവാണ്ട് എന്തെങ്കിലും ഇൻഫ്യൂസ്ഡ് വാട്ടർ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ക്യൂക്കുംബർ സ്ലൈസസ് അല്ലെങ്കിൽ മിൻറ്റ് ലീഫ്, ചിയ സീഡ്, ലെമൺ സ്ലൈസസ് ഒക്കെ ഇട്ട് ഇൻഫ്യൂസ് ചെയ്ത വാട്ടർ ആണെങ്കിൽ ഒന്നും കൂടി എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. എട്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ആണ്. ഇതിനായിട്ട് ഏറ്റവും കൂടുതൽ, അതായത് ഫാസ്റ്റിംഗ് ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രെയറിനും ഖുറാൻ പാരായണത്തിനും കൂടാതെ മെഡിറ്റേഷൻ ഇവയ്ക്ക് ടൈം കണ്ടെത്തുക. ഇത് എപ്പോഴും നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും ഫാസ്റ്റിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു 8 കാര്യം നിങ്ങളുടെ ഈ നോമ്പ് കാലത്ത് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നോമ്പ് കാലം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.